നമസ്കാരം. സ്ട്രൈക്ക് ടോക്കറാണ്. 75 വയസ്സ് തികയുന്നതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ഥാനമൊഴിഞ്ഞാൽ പിൻഗാമിയായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി വരണമെന്ന് കോൺഗ്രസ് നേതാവും കർണാടക MLAയുമായ ബേലൂർ ഗോപാലകൃഷ്ണ. 75 വയസ്സാകുന്നതോടെ നേതാക്കൾ വിരമിച്ച് മറ്റുള്ളവർക്ക് വഴിമാറണമെന്ന RSS മേധാവി മോഹൻ ഭാഗവതിന്റെ പരാമർശങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കോൺഗ്രസ് MLAയുടെ പ്രതികരണം. നാഗ്പൂരിൽ കഴിഞ്ഞ ദിവസമായിരുന്നു RSS മേധാവിയുടെ പരാമർശം. ഗഡ്കരി രാജ്യത്തിന്റെ അടുത്ത പ്രധാനമന്ത്രിയാകണം. കാരണം ഗഡ്കരി സാധാരണക്കാരോടൊപ്പമാണ്. ദേശീയപാതകളുടെയും മറ്റുള്ള കാര്യങ്ങളിലും അദ്ദേഹം രാജ്യത്തിന്റെ വികസനത്തിനായി നല്ലത് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സേവനങ്ങളിലൂടെ അദ്ദേഹം എങ്ങനെയുള്ള വ്യക്തിയാണെന്നും രാജ്യത്തെ ജനങ്ങൾക്ക് അറിയാം. ബേലൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് ഇങ്ങനെയാണ്. മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് കോൺഗ്രസ് MLAയുടെ ഇത്തരത്തിലുള്ള പ്രതികരണം. രാജ്യത്തെ ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള ആശങ്ക പ്രകടിപ്പിച്ചും ധനികർ കൂടുതൽ ധനികരാകുന്നതുമായുള്ള ഗഡ്കരിയുടെ പ്രസ്താവനയും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഗഡ്കരിയുടെ ഈ പ്രസ്താവന രാജ്യത്തിന്റെ വികസനത്തിനായി ഒരു ആശയം അദ്ദേഹത്തിനുണ്ടെന്ന് വ്യക്തമാക്കുന്നു. അങ്ങനെയുള്ളവരെ പ്രധാനമന്ത്രിയാക്കണം. 75 വയസ്സ് തികഞ്ഞവർ സ്ഥാനമൊഴിയേണ്ടി വരുമെന്ന് മോഹൻ ഭാഗവത് സൂചിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ ഗഡ്കരിക്കുള്ള സമയം വന്നെന്ന് എനിക്ക് തോന്നുന്നുവെന്നും ബേലൂർ ഗോപാലകൃഷ്ണ പറഞ്ഞു. 75 വയസ്സ് തികഞ്ഞതിന്റെ പേരിൽ യെദ്യൂരപ്പയെ കർണാടകയുടെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിച്ചു. അന്ന് അദ്ദേഹത്തെ രാജിവെപ്പിച്ചവർ ഇപ്പോൾ മോദിയെക്കുറിച്ച് മിണ്ടുന്നില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എന്തുകൊണ്ടാണ് മോദിക്ക് വ്യത്യസ്ത പരിഗണന നൽകുന്നത്? മോദിയുടെ നിർദ്ദേശപ്രകാരമല്ലേ യെദ്യൂരപ്പയെ സ്ഥാനമൊഴിയാൻ നിർബന്ധിച്ചതെന്ന് അദ്ദേഹം ചോദിച്ചു. നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെക്കുമോ? ഗഡ്കരി അടുത്ത പ്രധാനമന്ത്രിയാകുമോ? അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.